അപ്പം ഇന്ന് നമുക്കൊരു ദോശക്കഥ കേട്ടോ. അപ്പം ഇന്നത്തെ ദോശയ്ക്ക് ഇച്ചിരി പ്രത്യേകതയുണ്ട്. ഇന്ന് ബീറ്റ്റൂട്ട് ദോശ ഉണ്ടാക്കണേ. ഇവർ വെജിറ്റബിൾസ് കഴിക്കൽ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ദോശയിലൊക്കെ ചേർത്ത് കൊടുത്താലേ അവൻ കഴിക്കത്തുള്ളൂ. അമ്മൂനെ പിന്നെയും കഴിപ്പിച്ചെടുക്കാം. പക്ഷെ ഇവനെ കഴിപ്പിക്കാൻ ഇച്ചിരി പണി. അവൻ പറഞ്ഞാൽ കേൾക്കില്ല. അവന് ഇച്ചിരി വാശിയും കൂടുതലായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിപ്പിക്കൽ ഇച്ചിരി പണി. അവന് വെജിറ്റബിൾസ് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ചിക്കനൊക്കെ അതിൽ കുഴപ്പമില്ല, പക്ഷെ ദോശ ഫുൾ ടൈം കഴിച്ചോളൂ. രാവിലെ ഉച്ചക്കും വൈകിട്ടും രാത്രിയും ദോശ. അപ്പോൾ ഈ ദോശയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കൂടെ അതും ഉള്ളിൽ പോയിക്കോളും. അപ്പം ഞാൻ തോരൻ വെക്കാനായിട്ട് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും തോരൻ വെക്കുമ്പോൾ അതിൽ നിന്ന് ചാറിങ്ങനെ പിഴിഞ്ഞ് മാറ്റിയിട്ടേ വെക്കാറുള്ളൂ. അപ്പം ഞാൻ ആ ചാറ് ദോശയിലോട്ട് ദോശമാവിൽ ഒഴിക്കും. അപ്പോഴേക്കും അപ്പോൾ ദോശയ്ക്ക് ഒരു കളറും ആവും, ഇവർക്ക് നല്ലതും അല്ല കഴിക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യണേ. പക്ഷെ ഇതെനിക്ക് കഴിക്കാൻ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. അവന് അത് ആ കളറൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെയാട്ടോ ദോശ ഉണ്ടാക്കാറ്. അതും ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഉണ്ടാക്കാനും സുഖം കേട്ടോ. അപ്പോൾ ഇവർക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ പിള്ളേർ ഫുള്ളും കഴിക്കുകയും ചെയ്യും ഈ കളറൊക്കെ കാണുമ്പോഴേക്കും. പിന്നെ ഇവരെ ശരീരത്തിയിട്ട് വെജിറ്റബിൾസിൻ്റെ ഇത് എത്തുകയും ചെയ്യും. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുങ്ങൾ കഴിക്കത്തൊന്നുമില്ല. ഇവിടെ അതിൽ ചിക്കനാണെങ്കിൽ കഴിച്ചോളൂ. രണ്ടെണ്ണത്തിനും ചിക്കനോടാട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇതുങ്ങൾക്ക് കൊടുക്കാറ്. അപ്പോൾ എനിക്കും ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ, നമുക്കും കഴിക്കാനൊക്കെ ഇഷ്ടമായിക്കോളല്ലോ. അപ്പോൾ എൻ്റെ ബീറ്റ്റൂട്ട് ദോശ ഏകദേശം റെഡിയായി. അപ്പം ഞാൻ മേലിലൊരു ചെടി നട്ടു വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ വെള്ളം കുറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റിയിട്ട് അത് സെറ്റാക്കി അവിടെ എടുത്ത് വെച്ച്. ഇങ്ങനെയൊക്കെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചേക്കുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണി ഇതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുറത്തെ പണി ചെയ്യാനായിട്ട് ഇറങ്ങാൻ. നമ്മൾ നട്ട പയറ് സാധനം അച്ചിങ്ങയും ഇതൊക്കെ ഉണ്ടല്ലോ, വെണ്ടയും തക്കാളിയൊക്കെ. പിന്നെ അതിൻ്റെ ചോട്ട് പോയി കുറച്ച് പണിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.